ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നു, പക്ഷേ അതിനുള്ള സമയവും സാഹചര്യവും ഒത്തുകിട്ടുന്നില്ല ഗൈസ്. പിന്നെ കുറേ പേരൊക്കെ എൻ്റെ അപ്ഡേറ്റ്സ് നൽകാത്തത് കൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോഴും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാത്തവരോട് ഞാൻ ഇത്തിരി നീതി പുലർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അപ്ഡേറ്റ്സ് അറിയാപ്പോൾ അത്ര വലിയ ഭയങ്കര സംഭവമൊന്നുമല്ല. ഞാൻ LBSഉം PNC മാക്ക് ഈ രണ്ട് സൈറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ ഒരു അഡ്മിഷൻ പോർട്ടൽ പോലത്തെ സംഭവമാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും LBS ആണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് കോളേജസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അഡ്മിഷൻ പ്രോസസ്സ് അങ്ങനെയാണ്. പിന്നെ PNC മാക്ക് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കോളേജസിൻ്റെയാണ്. ഞാൻ നാട്ടിൽ തന്നെയാണ് ഭൂരിഭാഗം നോക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് തന്നെ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് എൻ്റെ മനസ്സ് മാറി. എന്തായാലും ഇത്രയൊക്കെ എടുത്ത് പഠിച്ചില്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആണ്. പണ്ടേ എനിക്ക് നഴ്സിംഗ് ഫീൽഡ് താല്പര്യം കുറച്ചുണ്ടായിരുന്നു. പിന്നീട് അതിനെപ്പറ്റി ഇങ്ങനെ അറിഞ്ഞു വന്നപ്പോഴേക്കും വേണ്ടാന്ന് തോന്നി, പിന്നെ വേണം തോന്നി. അങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കും. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഇപ്പോൾ LBS ഉണ്ട്, PNC മാക്ക് ഉണ്ട്. ഇപ്പോൾ AMFNCക്ക് അത് 25-ാം തീയതി, ജൂലൈ 25-ാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിൽ എനിക്ക് രജിസ്റ്റർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പോരാത്തതിന് ഞാൻ MG യൂണിവേഴ്സിറ്റീൻ്റെ പോർട്ടലും കൂടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ MG യൂണിവേഴ്സിറ്റീൻ്റെ ഇതിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു ചാഞ്ചാട്ടം വന്നു. പക്ഷേ ടെമ്പററി ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ഇല്ല. നമ്മൾ ഫുൾ ഫീസ് അടക്കണം, നമ്മൾ ക്ലാസ്സിൽ പോകണം. ഇപ്പോൾ ടെമ്പററി ആയിരുന്നെങ്കിൽ എനിക്ക് LBS കിട്ടണമെങ്കിൽ അതിലോട്ട് ചാടാമായിരുന്നു. പക്ഷേ ചാടാൻ പറ്റത്തില്ല. ടെമ്പററി പോസ്റ്റിംഗ് നമുക്ക് ഈ വർഷം തൊട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഞാൻ എന്തായാലും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കറൻ്റ്ലി ഇപ്പോൾ LBS അല്ലെങ്കിൽ PNC മാക്ക്, ഇപ്പോൾ AMFNCKയിലോട്ട് എനിക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു പോർട്ടൽസിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണ വരെ. അപ്പോൾ പിന്നെ ഞാൻ LBSയിൽ NRI കോട്ട എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അധികം ആർക്കും അറിഞ്ഞുകൂടാ. എൻ്റെ സ്പോൺസറായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ ബ്രദറിനാണ് വെച്ചേക്കുന്നത്. പുള്ളി അയർലൻഡിലാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും പിന്നെ വിസ, പാസ്പോർട്ട് അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രൈമറി ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നമ്മൾ ചിലപ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ NRI കോട്ടയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടാൻ പറ്റുമോ അത്രയും നോക്കുന്നത്. അതിനുശേഷമേ ബാക്കി എന്തെങ്കിലുമൊക്കെ ഞാൻ പിന്നീട് ആലോചിക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഇത്രയുമാണ്. അപ്പോൾ ഈ ഒരു ടൈം, ഈ അഡ്മിഷൻ സെറ്റ് ആവണ വരെ വല്ല പാർട്ട് ടൈം ജോബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ CV റെഡിയാക്കി ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കടയിൽ കൊടുത്തിട്ടുണ്ട്. കിട്ടുമെങ്കിൽ ഞാൻ അത്രയും പീരീഡ് ഞാൻ ആ ഒരു വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ കിട്ടിയെങ്കിൽ ഞാൻ ഈ നഴ്സിംഗ് അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് ആണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതും കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇത് കിട്ടുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാണ് എൻ്റെ അപ്ഡേറ്റ്. പോരാത്തതിന് ഞാൻ ഷോർട്സ് ഒന്നും ഇടാത്തതുകൊണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ CV കൊടുക്കണ കാര്യം പറഞ്ഞില്ലേ, CV കൊടുക്കാൻ വേണ്ടി പോകണപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ വീഡിയോ എടുത്തു, ബസ്സിലിരിക്കണ വീഡിയോ എടുത്തു, ബാക്കി ഒരു വീഡിയോ എടുത്തു, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന വീഡിയോ എടുത്തു. ഈ 3 ക്ലിപ്പ് വെച്ച് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാനാണ്? അതേപോലെ തന്നെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ പ്രിപ്പറേഷൻസിൻ്റെ എല്ലാം എടുത്തു. ഉണ്ടാക്കുന്ന ടൈമായപ്പോൾ എൻ്റെ ഫോൺ ഡെഡായി. അതിന് ശേഷം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് സെർവ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ. അപ്പോൾ എല്ലാം ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഞാനൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോഴുണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സ്റ്റഡി കണ്ടന്റ് കണ്ടിട്ട് വന്നിരിക്കും. ഞാൻ അത്ര സ്റ്റഡീസ് അല്ലെങ്കിൽ പോലും എൻ്റെ ലാബ് സംഭവമാണ് ഇത്തിരി കൂടെ വ്യൂസ് കൂടിയത്. അപ്പോൾ അങ്ങനെ വന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് പ്രതീക്ഷിക്കും നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന്. അപ്പം ഞാൻ അത് തന്നില്ലെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. ഒരു അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണവരോട് മാത്രം പറയുന്ന വീഡിയോ പോലെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും LBSോ അല്ലെങ്കിൽ ഇതേപോലത്തെ പോർട്ടലിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കൊള്ളാവോ ഇല്ലയോ, ഇഷ്ടപ്പെട്ടില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.